ദൈവത്തിൽ നിന്ന് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയ അതിന് നമ്മൾ തിരിച്ചടക്കേണ്ടത് നന്ദിയാണ്. നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയാൽ പിന്നെന്താണ് ചെയ്യേണ്ടത്? അടുത്ത പരിപാടി തന്നെ തിരിച്ചടവ് എന്താണ്? ഓരോ അനുഗ്രഹത്തെ ഇപ്പോൾ കല്യാണം നടന്നു, നീ പരീക്ഷയെ പാസ്സായി, അതിൻ്റെ പറമ്പ് വിറ്റു, അതിൻ്റെ തിരിച്ചടവ് എന്താണ്? ദൈവത്തെ. അപ്പോൾ ഞാൻ പള്ളിക്കൊണ്ട് നേർച്ചയിട്ട് കുർബാനയിലിച്ചെന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. കടമയല്ലാത്ത കാര്യങ്ങളാണ്. എന്താണ്? ഈ വിജാതിനൊഴി ആർക്കും തിരിച്ചു പോകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹത്വപ്പെടുത്തുന്നതിനാണ് തിരിച്ചടവെന്ന് പറയണത്. നിങ്ങൾക്ക് ചില ആൾക്കാർ കൃപാസനത്തിലേക്ക് വരികയും വന്ന് എന്തുമാത്രം അനുഗ്രഹം കിട്ടിയാലും അവരൊരിക്കലും സാക്ഷ്യം പറയത്തില്ല. എന്താ തിരിച്ചടവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഞാനവരോട് പറയും, പൊതുവായിട്ട് പറയും, നിങ്ങൾ സാക്ഷ്യം പറയാതെ മുങ്ങുന്ന പാർട്ടിയില്ലേ, തിരിച്ചടക്കാതെ മുങ്ങുന്ന, നാളെ ഒരു ആവശ്യം വന്നാൽ ഇതിനേക്കാൾ ഗതികെട്ടൊരു ആവശ്യമായിരിക്കും നാളെ വരാൻ പോണത്. പക്ഷേ തിരിച്ചടവില്ലാത്ത കാരണം, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത കാരണം അത് ബ്ലോക്കായി പോകും. ഞാൻ ബിബ്ലിക്കലായിട്ടല്ല സംസാരിക്കണത്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ അറിയുമല്ലോ. ഇപ്പം നിങ്ങളിപ്പോൾ ദൈവത്തേക്ക് അനുഗ്രഹം അടിച്ചു മാറ്റി വെച്ചും നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്യാമത്തോ എന്നാണ് പറഞ്ഞിരിക്കണത്. അതാണ് ഇങ്ങനെ ബബബ പറയേണ്ടത്. അത് സാക്ഷ്യം പറയാത്ത പരിപാടി അതാണ്. നാട്ടിലും വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും എൻ്റെ പഠനം, എൻ്റെ കഷ്ടപ്പാട്, എനിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള കഴിവെന്നൊക്കെയാണ് പുറത്ത് തട്ടിവിട്ടിരിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നന്ദി എന്ന് രഹസ്യമായിട്ട് പറയും. നാട്ടുകാർ പറയും, എൻ്റെ മകൻ എന്തുമാത്രം പഠിച്ചു, അവൻ്റെ കൂടെ ഞാൻ ഉറക്കം ഒളിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും. അത് അമ്മയും പറയും, മകനും പറയും, മകളും പറയും. അപ്പം ദൈവത്തിനെ പറ്റിക്കും. അങ്ങനെ പിന്നീട് ഇതിനേക്കാൾ ഗതികെട്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒന്നുറങ്ങി നേരം എടുക്കത്തില്ല. പരീക്ഷയ്ക്ക് ജയിച്ച് ജോലി കിട്ടി, ഇനിയിപ്പോൾ കല്യാണം കഴിക്കണ്ടേ? എൻ്റെ ദൈവത്തിലെ നിനക്ക് കല്യാണം കഴിച്ചുകൊണ്ടാണ് മകൻ കഞ്ചാവാണെങ്കിൽ തീർന്നില്ലേ? ഒരിക്കലും നിങ്ങളെ എന്തെങ്കിലും നേടിയെന്നും പറഞ്ഞ് പൊട്ടം കളിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് പോകരുത്. അതാണ് ഞാൻ എപ്പോഴും ഓന്തോടിയാൽ വെയിൽ വരെ ഓടത്തുള്ളൂ. അതാണ് എൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് നിങ്ങളത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയാണ്. അവർക്കൊന്ന് അവരുടെ വീട്, അവരുടെ നാട്, ഞാൻ കളക്ടറാണ്, ഞാൻ തഹസിൽദാരാണ്, ഞാൻ അധ്യാപകനാണ്, അയ്യോ ഞാനിങ്ങനെ എന്ന് പറയുമ്പോൾ പിള്ളേരെ കാണിക്കല് അവരെന്ത് വിചാരിക്കല്, ഞങ്ങൾക്ക് റോട്ടറി ക്ലബ്ബിലെ മെമ്പറാണ്, ലയൺസ് ക്ലബ്ബിലെ മെമ്പറാണ്, അവിടെ ചെറിയ പറയും നീ പ്രാർത്ഥനക്കാരനാണ് എന്നൊക്കെ ചോദിക്കത്തില്ലേ? ആൾക്കാർക്ക് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ദൈവത്തെ തള്ളിപ്പറയും.